നിയമസഭയിലെ പ്രതിഷേധത്തിൽ 3 പ്രതിപക്ഷ അംഗങ്ങൾക്ക് സസ്പെൻഷൻ. കോൺഗ്രസ് അംഗങ്ങളായ എം വിൻസെന്റ്, സനീഷ് കുമാർ ജോസഫ്, റോജി എം ജോൺ എന്നിവർക്കെതിരെയാണ് നടപടി. നടപ്പ് സമ്മേളനത്തിൽ നിന്നാണ് MLA-മാരെ സസ്പെൻഡ് ചെയ്തത്. പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷാണ് സസ്പെൻഡ് ചെയ്യണം എന്ന പ്രമേയം അവതരിപ്പിച്ചത്. ചീഫ് മാർഷലിനെ പരിക്കേൽപ്പിച്ചെന്നും സഭാ മര്യാദകൾ ലംഘിച്ചു എന്നുമാണ് പ്രമേയം. ചീഫ് മാർഷലിന് പരിക്കേറ്റ് പ്രതിപക്ഷത്തിന്റെ അക്രമത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടിയത് അങ്ങ് പറഞ്ഞതുപോലെ ഗാലറിയിലിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കണ്ടതാണ്. ആ സീറ്റുകളിൽ നിന്ന് എരച്ചു വന്ന് ഇടിച്ചു കയറാൻ ശ്രമിച്ചത്, ആ ബലപ്രയോഗത്തിൽ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നിശബ്ദ ജീവികളായിട്ടുള്ള വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിച്ചതും ചീഫ് മാർഷലിന്റെ കൈക്ക് പൊട്ടലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. സർ, പശ്ചാത്താപത്തിന്റെയോ കുറ്റബോധത്തിന്റെയോ ലാഞ്ചന പോലുമില്ലാതെ അതിനെ ന്യായീകരിക്കുകയല്ലേ പ്രതിപക്ഷ നേതാവ് ചെയ്തത്? അദ്ദേഹം അതിനെ ന്യായീകരിക്കില്ല. അപ്പൊ അക്രമത്തിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് വ്യക്തമായിരിക്കുകയല്ലേ? ഭരണപക്ഷമാണ് പ്രകോപനം ഉണ്ടാക്കിയത് എന്നാണ് എം വിൻസെന്റിന്റെ പ്രതികരണം. നടപടി അംഗീകാരമായി കാണുന്നുവെന്ന് സനീഷ് കുമാർ ജോസഫ്. അക്രമത്തിന് ആഹ്വാനം ചെയ്തത് സ്പീക്കറാണെന്ന് റോജി എം ജോൺ. ആരാണ് ആക്രമണത്തിന് ആഹ്വാനം കൊടുത്തത്? നിർഭാഗ്യവശാൽ കേരള നിയമസഭയുടെ സ്പീക്കർ തന്നെയാണ് ആഹ്വാനം കൊടുത്തത്. അതായത് സമരം ചെയ്യുന്ന, നടുത്തളത്തിലിറങ്ങി സമരം ചെയ്യുന്ന പ്രതിപക്ഷ അംഗങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്ലക്കാർഡും ബാനറും പിടിച്ചു മാറ്റാനും അവരുടെ മേൽ കുതിര കയറാനും കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പൊ ആരാണ് ആക്രമണത്തിന് ആഹ്വാനം കൊടുത്തത്? എങ്ങനെയാണ് ഇങ്ങനെ സ്ഥിതിഗതികൾ ഉണ്ടായത്? ഇത് കേരള സഭയ്ക്ക് തന്നെ നാണക്കേടല്ലേ, ഒരു സ്പീക്കർ തന്നെ ഇങ്ങനെ ആഹ്വാനം കൊടുക്കുന്നത്? സ്പീക്കറുടേത് ഏകപക്ഷീയ നടപടിയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വിമർശിച്ചു. സ്പീക്കറുടെ നടപടി തികച്ചും ഏകപക്ഷീയമാണ്. സ്പീക്കറുടെ നിഷ്പക്ഷതയെ ലംഘിക്കുന്ന ഒരു തീരുമാനമാണുള്ളത്. പ്രതിപക്ഷം ഉയർത്തിയ പ്രതിഷേധം ശക്തമായിരുന്നു, പക്ഷേ അത് അസാധാരണമായിരുന്നില്ല. ചീഫ് മാർഷൽക്ക് ഒരു പരിക്കും ആരും ഏൽപ്പിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാം. അത് പിന്നീട് സഭ നിർത്തിവെച്ചതിന് ശേഷം സ്പീക്കർ ചേംബറിൽ പോയി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇല്ലാത്ത ഒരു കേസ് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ R. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് ചേരുന്നത്. ശ്രീജിത്ത്, ദിവസങ്ങളായി സഭയിൽ നമ്മൾ കണ്ടതാണ് ഈ തർക്കങ്ങൾ, വാഗ്വാദങ്ങളൊക്കെ. ഒടുവിൽ ഇപ്പോൾ സസ്പെൻഷൻ. എന്തൊക്കെയാണ് ഇന്ന് സഭയിൽ ഉണ്ടായത് ശ്രീജിത്ത്? തുടർച്ചയായി 4-ാം ദിവസവും ശബരിമല സ്വർണ്ണമോഷണ വിവാദവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. ഇന്ന് നിയമസഭാ സ്തംഭനം നടക്കുന്നതിനിടയിലുണ്ടായ രംഗങ്ങളുടെ പേരിലാണ് ഇന്ന് 3 കോൺഗ്രസ് MLA-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ പ്രതിപക്ഷം പ്രതിഷേധം നടത്തുന്നതിനിടെ നടുത്തളത്തിൽ വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളുമുണ്ടായി. ഈ ഉന്തും തള്ളിനിടെ വാച്ച് ആൻഡ് വാർഡിന് പരിക്കേറ്റു എന്നാണ് സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും ഒക്കെ തന്നെ നിയമസഭയെ അറിയിച്ചത്. വാച്ച് ആൻഡ് വാർഡിന്റെ ചീഫ് മാർഷലായ ഷിബു എന്ന ഉദ്യോഗസ്ഥനാണ് പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ കൈക്ക് പൊട്ടലുണ്ട്. ശസ്ത്രക്രിയ ആവശ്യമായ പരിക്കാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് അറിയിച്ചത്. എന്നാൽ പ്രതിപക്ഷ MLA-മാരാകട്ടെ ഈ ആരോപണം നിഷേധിക്കുന്നു. അവിടെ പ്രതിപക്ഷ MLA-മാരുടെ കയ്യിലിരിക്കുന്ന ബാനറുകളും പ്ലക്കാർഡുകളും പിടിച്ചു വാങ്ങാൻ സ്പീക്കർ AN ഷംസീറാണ് നിർദ്ദേശം നൽകിയത്. സഭാചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വിധത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ഉപകരണങ്ങളെ പിടിച്ചു വാങ്ങുക എന്നുള്ള നിർദ്ദേശം സ്പീക്കർ നൽകുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ശബ്ദായമാനമായ രംഗങ്ങൾക്ക് ശേഷം സഭയിൽ പ്രതിപക്ഷം ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങിയായിരുന്നു. ഇതിനുശേഷമാണ് 3 കോൺഗ്രസ് MLA-മാരെ സസ്പെൻഡ് ചെയ്യണമെന്ന പ്രമേയം പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് അവതരിപ്പിച്ചത്. സഭാ മര്യാദകൾ ലംഘിച്ചതിന്റെ പേരിലും ചീഫ് മാർഷലിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന്റെ പേരിലുമാണ് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, കോവളം MLA M വിൻസെന്റ്, അങ്കമാലി MLA റോജി എം ജോൺ എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. ഈ നടപടിയെല്ലാം ഈ സഭാ സമ്മേളനത്തിന്റെ കാലാവധിയിലേക്കാണ്. സഭാ സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. നാളെ വരെയായിരുന്നു സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ നാളെ പരിഗണിക്കാനിരുന്ന 7 ബില്ലുകൾ കൂടി ഇന്ന് ഒരുമിച്ചെടുത്തുകൊണ്ട് മൊത്തം 11 ബില്ലുകൾ പാസാക്കിയാണ് സഭ അല്പസമയത്തിനകം പിരിയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷൻ നടപടിക്ക് കാര്യമായ ഒരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാകില്ല. എങ്കിൽ പോലും LDF-ഉം സർക്കാരും ഇതൊരു വലിയ പ്രചരണത്തിന് വിഷയമാക്കുമെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ജാഥകളും മറ്റും ആരംഭിക്കാൻ പോവുകയാണ്. ഈ രാഷ്ട്രീയ പ്രചരണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെതിരെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമായി ഈ സസ്പെൻഷൻ നടപടിയെ മാറ്റാനാണ് സാധ്യത. സഭാതലത്തിൽ ഇപ്പോഴും ഈ പ്രതിഷേധത്തിന്റെ അലേരികൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ശബരിമല സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഭയിൽ വിശദീകരിച്ചു. ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട ബില്ലിന്റെ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് VN വാസവൻ ഈ സ്വർണ്ണപ്പാളി വിവാദത്തിലെ തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയത്. 2019 ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി കാലത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം, ഈ കുഴപ്പങ്ങൾ ഉണ്ടായത് എന്ന കാര്യം VN വാസവൻ സഭാതലത്തിൽ സമ്മതിക്കുകയും ചെയ്തു.
ശരി, ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.